നമ്മുടെ ഗ്രാമത്തിൻ്റെ നമ്മുടെ വാർഡിൻ്റെ ഒരു പ്രശ്നം അതൊരു രൂക്ഷമായ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റിയുടെ മുമ്പാകെ ഈ വാർഡിൻ്റെ രോദനം വേദന ഞങ്ങൾ അറിയിക്കുകയാണ്. ഇത്രയും ജനങ്ങൾ തങ്ങളുടെ പണിയും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ സമയത്ത് ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി അത് വിലമതിക്കണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനു മുമ്പ് ഞങ്ങൾക്കൊരു അനുഭവമുള്ളത്, ഞങ്ങൾ ഇവിടെ പരാതി നൽകിയവരെ വിളിച്ചവിടെ വരുത്തി ഞങ്ങൾ 10-20 പേര് നോട്ടീസ് പ്രകാരം അവിടെ പഞ്ചായത്തിൽ വരികയും ഞങ്ങളുടെ പരാതികൾ കേൾക്കുകയും ചെയ്തതിനു ശേഷം ഞങ്ങളുടെ പരാതിക്ക് മറുപടി പറയാതെ അന്നത്തെ സെക്രട്ടറി ഇറങ്ങിപ്പോയി. പുറകെ ഞങ്ങളുടെ പരാതി കേൾക്കാതെ ഇറങ്ങിപ്പോയ, മറുപടി പറയാതെ ഇറങ്ങിപ്പോയ സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി പ്രസിഡന്റ്. ഇന്ന് വരെ ഈ 2 വ്യക്തികളെ ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല. വേദനയുണ്ട്. ഞങ്ങളെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇത്രയും ജനങ്ങൾ അവിടെ ഒന്നിച്ചു കൂടിയിട്ട് നിങ്ങളുടെ നോട്ടീസും പ്രകാരമാണ് വന്നത്. ഞാൻ ഈ സമിതിയല്ല പറയുന്നത്, ഇതിനു മുമ്പത്തെ സമിതിയാണ് പറയുന്നത്. ആ സമിതി ഞങ്ങളുടെ വേദന കേട്ടതിന് ശേഷം മറുപടി ഇല്ലാതെ ഇറങ്ങിപ്പോവാണ് ചെയ്തത്. സെക്രട്ടറി ഇറങ്ങിപ്പോയി, പ്രസിഡന്റ് പറഞ്ഞു സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പുറകെ പോയി. പിന്നെ ആരെയും കണ്ടിട്ടില്ല. ഞങ്ങളുടെ വേദന അവിടെ നിൽക്കുകയാണ്. ഇവിടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ പരാതികൾ നമ്മൾ കൊടുക്കാവുന്ന പ്രൈം മിനിസ്റ്ററിന് വരെ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിലാണ് ഏറ്റവും ആദ്യമേ നമ്മൾ പരാതി കൊടുത്തിരുന്നത്. ഞാനൊരു പരാതിക്കും അതിന് കിട്ടിയൊരു മറുപടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ലഭിച്ചൊരു മറുപടി നിങ്ങളുടെ അടുത്ത് നിന്ന് വായിക്കുകയാണ്. എൻ്റെ പേരിലാണ് വന്നത്. എല്ലാവരും അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അന്ന് വന്നവരെയൊക്കെ ഞാൻ അറിയിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ വഴി ലഭ്യമായ G നമ്പർ 2 എന്നീ നമ്പർ പരാതിയിന്മേൽ ഈ ഓഫീസിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള നടപടി വിവരങ്ങൾ ചുവടെ സമർപ്പിക്കുന്നു. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ്, അന്ന് 4-ാം വാർഡായിരുന്നു, വാർഡിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഹൈവുഡ് കമ്പനിക്കെതിരെ ഈ പ്രദേശവാസികൾ 25/10/24 നമ്പരായി പരാതി നൽകുകയും ഈ പരാതി സംബന്ധിച്ച് 26/10/24 നടന്ന സാധാരണ യോഗത്തിൽ തീരുമാനമായി എടുത്തിട്ടുള്ളതും ശ്രീ അലി കെ സുലൈമാൻ പ്ലൈവുഡ് കമ്പനിയുടെ ലൈസൻസിയായി അപേക്ഷിക്കുകയും അതോടൊപ്പം ഒരു ഫാക്ടറി, വർക്ക്ഷോപ്പ്, യന്ത്ര സാമഗ്രികൾ സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുകയും ആയത് പഞ്ചായത്ത് കമ്മിറ്റി പരിഗണിക്കുകയും അപേക്ഷയോടൊപ്പം ഹാജരായിട്ടുള്ള അനുബന്ധ അനുവാദങ്ങളായ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും നിർമ്മാണ അനുമതി, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC, ജില്ലാ ടൗൺ പ്ലാനറുടെ ലൊക്കേഷൻ അപ്രൂവൽ എന്നിവ പരിഗണിച്ച് പഞ്ചായത്ത് കമ്മിറ്റി 1/12/23 6/1 നമ്പർ തീരുമാനപ്രകാരം അപേക്ഷ അംഗീകരിച്ചിട്ടുള്ളതും ബിൽഡിംഗ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടൊപ്പം സ്ഥാപിച്ചിട്ടുള്ള യന്ത്ര സാമഗ്രികൾ എത്രയെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ലൈസൻസ് അനുവദിക്കുന്നതുമാണെന്ന് കമ്മിറ്റി തീരുമാനിക്കുകയും ലൈസൻസിനുള്ള രേഖകൾ പരിശോധിച്ച രേഖകൾ അനുസൃതമായും ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പരിഗണിച്ചും നിർമ്മാണ പെർമിറ്റ് അനുവദിച്ചതിൽ അപാകതയില്ല ബോധ്യപ്പെട്ട് ഈ പരാതിയിന്മേൽ തുടർ നടപടികൾ ഇല്ല എന്ന് കമ്മിറ്റി തീരുമാനിച്ചു. 13/12/24 പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് പരാതിക്കാരെ നേരിൽ കേൾക്കുകയും ശ്രീ അലി കെ സുലൈമാൻ എന്നയാൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറിക്ക് വേണ്ടി അനധികൃതമായി മണ്ണെടുക്കുകയും കല്ല് പൊട്ടിച്ചു മാറ്റുകയും പ്ലാന്റ് സ്ഥാപിച്ചാൽ രൂക്ഷമായ മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പരാതിക്കാർ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ആവശ്യമായ അനുവാദങ്ങൾ ജില്ലാ പ്ലാനറുടെയും അനുമതി, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുമതി, അഗ്നിശമന സേനയുടെ അനുമതി, പ്ലാന്റ് അനുബന്ധമായ രേഖകൾ ഉൾപ്പെടെ നമ്പറുകൾ തന്നിട്ടുണ്ട്. വീണ്ടും പരാതി സമർപ്പിച്ചിട്ടുള്ളതാണ്. പരാതിക്കാരെ നേരിൽ കേട്ട അവസരത്തിൽ സാഹചര്യം വിശദീകരിച്ചിട്ടുള്ളതിനാൽ ഈ പരാതിയിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് കമ്മിറ്റി തീരുമാനിച്ച സാഹചര്യത്തിൽ ഈ പരാതികൾ തീർപ്പാക്കിയിട്ടുള്ളതാണെന്ന് അങ്ങ് മുമ്പാകെ ബോധിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പകർപ്പ് നൽകിയിരിക്കുന്നത് സോജന ആന്റണി പാലക്കുടി, സ്റ്റോക്ക് ഫയൽ. ഇത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇവിടെ ആരുടെയൊക്കെയാണ് അംഗീകാരം മേടിച്ചിരിക്കുന്നത് എന്നുള്ളത്. പാവപ്പെട്ട ജനങ്ങളുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കട്ടില്ല. ഇവിടെ കെട്ടിടം പണിയാനുള്ള പെർമിറ്റ്, അതുപോലെ തന്നെ അവരുടെ കെട്ടിടത്തിന് തീ പിടിച്ചാൽ അതിനുള്ള സേഫ്റ്റി, അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറയുന്നു. അത് നമുക്കറിയാം. എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. പുക ആകാശത്തിലേക്കാണ് വിടുന്നത്, മലിനമാകുന്ന ജലം തോട്ടിലേക്കാണ് ഒഴുക്കി വിടുന്നത്. നിങ്ങൾക്കറിയാമോ, ഇത് സാധാരണ ഒരു ഫാക്ടറി അല്ല. ഫോർമാലിറ്റി ഹൈഡ് എന്ന് പറഞ്ഞ അതിമാരകമായ ഒരു വിഷം ഉപയോഗിച്ച് ഈ തടികളെ പ്രോസസ്സ് ചെയ്ത് പ്ലൈവുഡ് ആക്കി മറ്റ് വസ്തുക്കളാക്കി മാറ്റുന്ന ഒരു ഫാക്ടറിയാണ് നമ്മുടെ ഈ പ്രദേശത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ മലിനജലം എന്ന് പറയുന്നത്, ഇവര് വേറൊരു പരാതിക്കാരൻ്റെ പരാതി ഞങ്ങൾ കണ്ടത്,
കിഴക്കമ്പലത്ത് കൊണ്ടുപോയി ഈ വെള്ളം ശുദ്ധി ചെയ്ത് തിരിച്ചു കൊണ്ടുവരുമെന്ന് ഞങ്ങൾ കണ്ടു. അതായത് നമ്മൾ ഈ വേറൊരു പഞ്ചായത്തിലെ ഒരു പരാതിക്കാരനോടുകൂടി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ പരാതിയിൽ തന്നിരിക്കുന്ന ഒരു മറുപടിയാണ്, ഈ പ്രോസസ്സ് ചെയ്യുന്ന അതിമാരകമായ വിഷമുള്ള ഈ ജലം ഇവിടെ നിന്ന് എറണാകുളത്ത് കിഴക്കമ്പലത്ത് കൊണ്ടുപോയി ശുദ്ധി ചെയ്ത് തിരിച്ചു കൊണ്ടുവരുമെന്ന് നടപടിയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളത്തിന്റെ കാര്യം ഇവർ പറയുന്നില്ല. ഭൂഗർഭ ജലത്തിന്റെ അനുമതി ഉണ്ടോ? ഭൂഗർഭ ജലത്തിന്റെ അനുമതിയില്ല. ഈ പൊന്നുകിഴന്തോടിന്റെ ഉത്ഭവ സ്ഥാനത്താണ് ഈ ഫാക്ടറി. അതുപോലെ തന്നെ എലിക്കുളം പഞ്ചായത്തിന്റെ ബോർഡറിലാണ് ഈ ഫാക്ടറി. ഈ പഞ്ചായത്തിന് തമിഴ്നാട് പഞ്ചായത്തിൽപ്പെട്ട ആളുകൾ ഇതിൽ കൂടുതൽ അവിടെ വരാൻ തയ്യാറായിട്ടിരിപ്പുണ്ട്. അവർക്കിവിടെ പ്രവേശനമില്ലാത്തതുകൊണ്ടാണ് എലിക്കുളം പഞ്ചായത്തിന്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി വെച്ചിട്ട് തമിഴ്നാട് പഞ്ചായത്തുകാരും അനുഭവിക്കുന്നു. അവർക്ക് പരാതിപ്പെടാൻ ഇവിടെ മാർഗമില്ലാത്തതുകൊണ്ട് അവരവിടെ ഇത് വേദന സഹിച്ച് കഴിയുന്നു. അതുപോലെ തന്നെ ഈ പൊന്നുകിഴന്തോടെന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിലെ ഒഴുകി നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗത്തൂടെ ഒഴുകി ഈ കാപ്പും പാടശേഖരത്തിലൂടെ എഴുതി മീനച്ചിൽ ആറ്റിലേക്കാണ് ഇത് പോകുന്നത്. ഈ വിഷമയമായ ജലം ഇതിലെ ഒഴുകുന്ന ഈ തോട് വഴി ഇതിന്റെ പ്രദേശത്തുള്ള എല്ലാ കുടിജല സ്രോതസ്സുകളും നശിപ്പിക്കും. നമ്മുടെ കുടിവെള്ളം നമുക്ക് നഷ്ടപ്പെടും. ഈ വെള്ളം കുടിക്കുന്ന ആളുകളുടെ ജനിക്കാൻ പോകുന്ന മക്കൾക്ക് അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഓർത്തു വെച്ചോ, അടുത്ത തലമുറയിൽ ഇവിടെ കൈയും കാലുമുള്ള കണ്ണും തലയുമുള്ള ഒറ്റ കുഞ്ഞുങ്ങൾ കാണത്തില്ല. ഓർത്തു വെച്ചോ, പഞ്ചായത്ത് സമിതിയുടെ മുന്നിൽ ഞങ്ങളുടെ അപേക്ഷിക്കുകയാണ്, ഈ പെർമിറ്റ് പരിഹരിക്കണം, ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിച്ചു തന്നേ പറ്റുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ ഭരണസമിതിയിൽ ഞങ്ങൾ അന്ന് അവിടെ കൂടിയ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട വനിതാ മെമ്പർമാരായിട്ടുള്ളവരെല്ലാം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, സാറ് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു 3441 സ്ക്വയർ ഫീറ്റ് അല്ലെ സ്ക്വയർ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്, ഇത് 3500 സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞ് ഈ മെമ്പർമാരെല്ലാം ഇതിലെ നടന്നു. അവസാനം പ്ലിന്റ് ഏരിയ വന്നിരിക്കുന്നത് 3441.14 ക്യൂബിക് മീറ്ററാണ്. 35,000 മേളിൽ ബിൽഡിംഗ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കണം. പാവപ്പെട്ട മെമ്പർമാരെ പറ്റിച്ചു. അന്നത്തെ സെക്രട്ടറി ഇതൊന്നും പറയാതെയാണ് അന്ന് കമ്മിറ്റിയിൽ ഇതെല്ലാം അവതരിപ്പിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇത് എതിർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിന്റെ അടിയിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുടിവെള്ളം ആണ് മനുഷ്യന് ഏറ്റവും ആവശ്യം. ഇവിടെ റോഡുകൾ നല്ല രീതിയിൽ പണിതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഫാക്ടറിയുടെ പുക മേളിലേക്ക് വിടുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുക എവിടെയാണ് താഴുന്നത്? ഈ വാർഡിൽ തന്നെയാണ് ഇത് താഴുന്നത്. നമുക്കറിയാം, നമ്മുടെ പുതിയകുന്നാലെ 10 ഏക്കർ വിറ്റ് അവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ വരാൻ നേരത്ത് പാറ പൊട്ടിച്ചെന്ന് പറഞ്ഞ് കൊടികുത്തി ആ പ്രസ്ഥാനം ഇവിടുന്ന് ഓടിച്ചു വിട്ടു. 12 മൈലിൽ നല്ല ഗ്രാൻഡായിട്ട് അവിടെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. ആ പ്രസ്ഥാനം ഇന്ന് ആളുറുമ്പിൽ വന്നിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന മക്കൾക്കെല്ലാം ജോലി കിട്ടിയത്. അന്ന് അവിടെ കൊടികുത്തി ആ പ്രസ്ഥാനത്തെ ഇവിടുന്ന് ഓടിച്ചു. ഇവിടെ രാത്രി 10 മണിക്കും വെടിപൊട്ടിച്ച് മാറ പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു മനുഷ്യനും പരാതിയില്ല. 6 മണി മുതൽ 6 മണി വരെയാണ് പ്രവൃത്തി സമയം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഹോളിഡേയ്സിൽ പണി പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിനും ക്രിസ്മസിനും JCB പണിയുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആരാ ഇത് നോക്കാനുള്ളത്? JCB എത്ര മണി വരെയാണ് പണിയുന്നത്? ഇന്നലെ രാത്രി 7 മണിക്ക് വെടിപൊട്ടിച്ചോ? ഒരു ദിവസം 50ഉം 60ഉം വെടിയാ മാറക്കി പൊട്ടിക്കുന്നത്. ആർക്കെങ്കിലും പരാതിയുണ്ടോ? ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ സ്ഥലം കൊടുത്തവർക്ക് പരാതിപ്പെടാൻ പറ്റത്തില്ല. സ്ഥലം കൊടുത്തവർക്ക് പരാതിയില്ല. കാരണം അവർക്ക് ആവശ്യമായ കാശ് കിട്ടി. ഇവിടെ അന്നത്തെ അവസരത്തിൽ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട ഈ തൊഴിലുറപ്പിന് ഇന്ന് ഗ്രാമസഭ ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ ഈ തൊഴിലുറപ്പുകാർക്ക് പണി കൊടുത്തവരാ അവരാ പണി കഴിഞ്ഞാൽ ഓടി ഇവിടെ വന്നിരിക്കുന്നത്. ഗ്രാമസഭ വിളിക്കുമ്പോൾ അന്ന് തൊഴിലുറപ്പിന് അവധി കൊടുക്കേണ്ടതാണ്, അതുപോലും ചെയ്തില്ല. അങ്ങനെ ഈ പാവങ്ങൾ ഇവിടെ ഓടി വന്നിരിക്കുക. ഇല്ലെങ്കിൽ 50 പേരിവിടെ വന്നേനെ. ഈ തൊഴിലുറപ്പിന് പോയവരുടെ അറ്റൻഡൻസ് ഇന്ന് എടുത്തിട്ട് അവരുടെ ഒപ്പം കൂടെ ഇവിടെ ഇരിക്കേണ്ടതാണ്. ന്യായമായിട്ട് പ്രസിഡന്റിനും സാധിക്കുമെങ്കിൽ അവരുടെ ഒപ്പിടിക്കണം. അവർ പണിയെടുത്തോണ്ടിരിക്കുക. ഞങ്ങളുടെ പ്രദേശത്തുണ്ട്. ഗ്രാമസഭ വിളിക്കുമ്പോൾ തൊഴിലുറപ്പുകാർക്ക് അവധി കൊടുക്കുന്നില്ല. പിന്നെ അതുകളെങ്ങനെ വരും? പാവപ്പെട്ടവരുടെ ആവശ്യം പറയാൻ ആരുമില്ല. മുതലാളിമാർക്ക് സ്ഥലം വിറ്റ് കാശ് കൈ കെട്ടി കഴിയുമ്പോൾ അവരവരുടെ കാര്യം നോക്കി പോകും. ഈ അനുഭവിക്കാൻ പോകുന്ന ഈ മക്കളാ, ഒന്നുമില്ലാത്തവര് കയറി കിടക്കാൻ, വിറ്റിട്ട് പോകാൻ മാർഗമില്ല, വേറെ സ്ഥലമില്ല. ഇവരെ എല്ലാവരും ഉത്തരിക്കുവോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഫാക്ടറി വരട്ടെ, എല്ലാ വീട്ടിലും ഓരോരുത്തർക്ക് തൊഴിൽ കൊടുക്കട്ടെ. 30,000 രൂപ ശമ്പളം വെച്ചിട്ട് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് ഈ കഴിഞ്ഞ ഗ്രാമസമിതി ഇവിടെ അനുവദിച്ച എല്ലാ കാര്യങ്ങളും, ഈ പാറപൊട്ടിക്കൽ എന്തുകൊണ്ടാണ് പാറപൊട്ടിക്കൽ നിരോധിച്ചത്? ഞങ്ങളുടെ ആ ഭാഗത്തെ ആളുകൾക്ക് ഭാഗത്തെ ഞങ്ങൾ പോയി പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ജിയോളജിയിലെ അവർ ചോദിച്ചു, പാറ പൊട്ടിക്കാൻ അനുവാദമില്ലല്ലോ, ലോഡ് കണക്കിന് കല്ലാണ് അന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. നിങ്ങളും പഠിച്ചിട്ടുള്ളതല്ലേ, നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതല്ലേ, മല നിരത്തരുത്, വയൽ നികത്തരുതെന്ന്.
എന്നിട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മല മുഴുവൻ നിരത്തി അതെവിടെ കൊണ്ടുപോയി കാളകെട്ടിയിലും കണ്ണാടി ഉറപ്പിലും കണ്ടെന്നകത്തിൽ നിങ്ങൾ കണ്ടതല്ലേ? ഇതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫാക്ടറി വന്നു കഴിയുമ്പോൾ ഫാക്ടറിയുടെ പോകളിൽ കൂടെ വരുമ്പോൾ ഞങ്ങൾ 5-ാം വാർഡുകാർ പ്ലാസ്റ്റിക്കിനുള്ള 50 രൂപ നിരോധിക്കുക. ഞങ്ങൾ ഇനി സഹകരിക്കത്തില്ല. ഞങ്ങൾ ചെറിയ പ്ലാസ്റ്റിക് സൂക്ഷിച്ചു വെച്ച് നിങ്ങൾക്ക് പഞ്ചായത്തിന് 50 രൂപ മാസം തോറും തന്ന് ഇത്രയൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ മണ്ടയിലേക്ക് അതിരൂക്ഷമായ മാലിന്യമടങ്ങിയ പുകയും അതിരൂക്ഷമായ വിഷമടങ്ങിയ ജലവും പൊടിയും കടത്തിവിടാൻ പഞ്ചായത്ത് അനുമതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാർഡിൽ നിന്ന് ഒരൊറ്റ വ്യക്തി പോലും ഈ 50 രൂപ തന്ന് പ്ലാസ്റ്റിക് പറക്കില്ല. അത് ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ്. ഇനി നടപടി ഉണ്ടായില്ലെങ്കിൽ അതുകൊണ്ട് പുകയോ ഈ മാരകമായ വിഷം ഞങ്ങളുടെ ഈ നദിയിലൂടെ ഒഴുകി ഞങ്ങളുടെ കിണറുകൾ മലിനമാകാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഈ പഞ്ചായത്ത് സമിതിക്കുണ്ട്. അതുകൊണ്ട് ഈ 5-ാം വാർഡിനെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. 5-ാം വാർഡിൽ തന്നെയല്ല മറ്റു വാർഡിലേക്ക് വീണ്ടും പുകയും പൊടിയെല്ലാം വരും. അതുപോലെ തന്നെ ഈ പ്രവൃത്തി സമയം പഞ്ചായത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ആരോട് പറയാനാ? ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. 6 മണി മുതൽ 6 മണി വരെ പ്രവൃത്തി സമയം എന്ന് പറഞ്ഞിട്ട് പാതിരാത്രി 10-നും 11-നും വണ്ടി പണിയുന്നു, വെടിപൊട്ടിക്കുന്നു, കല്ല് എടുക്കുന്നു, ഭയങ്കര ശബ്ദവും വെള്ളവും ഒക്കെയാണ്. അതിനൊക്കെ ഹോളിഡേയ്സ് കൊടുക്കണം. അതുകൊണ്ട് ദേവി ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അടുത്ത് ഞാനൊരു അപേക്ഷ വെക്കുകയാണ്. ഇത്രയും ജനങ്ങൾ ഞാൻ വേണം നമ്പർ എടുക്കുകയാണെങ്കിൽ 150 പേരെന്ന് നിങ്ങൾ പറഞ്ഞു. 1 തൊട്ട് ഇവിടെ നിന്നോട്ട് 1 തൊട്ട് എടുത്തു കഴിഞ്ഞാൽ 150 മേളിൽ ആളുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ എടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒപ്പിട്ട് നിങ്ങൾ തരുന്നതായിരിക്കും. അതുകൊണ്ട് ആദ്യമേ ഫാക്ടറിക്ക് അനുവദിച്ച 2.5 ഏക്കറിനുള്ളിലാണ് ഈ 34,500 സ്ക്വയർ ഫീറ്റ് നിങ്ങൾ പെർമിറ്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന്റെ മുൻ ഭരണസമിതി, ആ ഭരണസമിതി അനുമതി കൊടുത്തതാണ്. നമ്മൾ പാറ പൊട്ടിക്കുന്നതിനെതിരെ പരാതി കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ പണി നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ താഴത്തെ 2.5 ഏക്കറിലാണ് ഇപ്പോൾ കേഡർ കയറാറായി തൂണുകൾ എല്ലാം റെഡിയായി നിൽക്കുന്നത്. ഈ ആഴ്ചയിൽ അതിന്റെ കേഡർ കയറും. അതിന് ഒരു കാരണവശാലും ഈ സമിതി പെർമിറ്റ് കൊടുക്കാൻ പാടില്ല. ഈ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പിൻവലിപ്പിക്കണം, ഇതിനു മുമ്പ് കൊടുത്തതും പിൻവലിപ്പിക്കണം. ആ ഭാഗത്തെ ആ 2 ഫാക്ടറികളുടെയും പെർമിറ്റുകൾ പഞ്ചായത്ത് കൊടുത്ത പെർമിറ്റുകൾ പിൻവലിച്ച് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പഞ്ചായത്ത് സമിതിക്ക് ചെയ്യാൻ ഏറ്റവും വലിയ കാര്യം ഇതാണ്. ഇപ്പൊ നമ്മളറിഞ്ഞ ഏകജാലകത്തിലൂടെ കേന്ദ്രവും സംസ്ഥാനവും എല്ലാം വ്യവസായ സൗഹൃദമായതുകൊണ്ട് ഏകജാലകത്തിലൂടെ ആർക്ക് വേണേലും അക്ഷയയിൽ അപേക്ഷിച്ചിട്ട് ഫാക്ടറി തുടങ്ങാം. ശരിയാണ്. പക്ഷേ 3 വർഷം കഴിയുമ്പോൾ ലൈസൻസ് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 വർഷം കഴിയുമ്പോൾ ലൈസൻസിന് വരുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഈ പെർമിറ്റ് കൊടുക്കാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അപേക്ഷ. അതിനാണ് ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ജനങ്ങൾ ഇവിടെ ഒന്നിച്ചു ചേർന്നെങ്കിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ ആയിരിക്കുന്ന മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഞങ്ങളുടെ ഈ അപേക്ഷ സ്വീകരിക്കണം എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. അത് അല്ലാതെ കഴിഞ്ഞ തവണത്തെ പോലെ പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരം മുട്ടി കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്നൊരു പരിപാടി കാണിക്കാതെ അത് ഞങ്ങളെ വിളിച്ച് അവഹേളിക്കുകയത് അതിന് ഒത്തിരി പേർക്ക് വേദനയുണ്ട്. ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇത്രയൊക്കെ കാണിച്ചത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാനും ജീവിക്കാനും പറ്റാത്തൊരവസ്ഥ ഉണ്ടാകരുത്. വ്യവസായമാണ്, ആവശ്യമാണ്, ശരിയാണ്. വേറെന്തെല്ലാം സ്ഥലങ്ങളുണ്ട് ഇതുപോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത്. നമുക്കറിയാം പടിഞ്ഞാട്ടുമല അമോണിയ ഫാക്ടറി വരുമെന്ന് പറഞ്ഞു. അന്ന് ജനങ്ങളെല്ലാം കൂടെ കൂടി. അപ്പൊ അമോണിയ ഫാക്ടറി ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അത് ഏകജാലകത്തിൽ അപേക്ഷ വെച്ചിരിക്കുക. ഏകജാലകത്തിലൂടെ അത് വരും. പഞ്ചായത്തിന്റെ അനുമതി വേണ്ട. അതുകൊണ്ട് ശക്തമായിട്ട് പഞ്ചായത്ത് സമിതി കൂടെ നിന്നെങ്കിൽ മാത്രമേ ഈ ഭാഗത്തുള്ള ഈ വാർഡിലുള്ള ഇതിനടുത്തുള്ള വാർഡിലുള്ള ജനങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കുറെ കാലം കഴിയുമ്പോൾ കാണത്തില്ല. അടുത്ത തലമുറ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ കാണും. പഞ്ചായത്തിന് അങ്ങനെ ഒരു വരുമാനം മതിയെങ്കിൽ ഈയിടെ KCBയിൽ ഞങ്ങളുടെ ഭാഗത്ത് എല്ലാവരുടെയും മോട്ടറുകൾ, ഫാനുകൾ, മിക്സി, ഫ്രിഡ്ജ് എല്ലാം അടിച്ചു പോവുക. അപ്പൊ പരാതിയായിട്ട് KCB ചെന്നപ്പോൾ അവർ പറഞ്ഞൊരു വാക്യമുണ്ട്, അവർക്ക് പണിയുണ്ടെന്ന്. അവർക്ക് പണിയണം, അതിന് നമ്മുടെ എല്ലാം പൊക്കോടുന്നു. ഇതാണ് നയം. ഉദ്യോഗസ്ഥന്മാരുടെ നയം ഇതാണ്. നിങ്ങളുടെ പോയാലും കുഴപ്പമില്ല, ഫാക്ടറി പണി നടക്കണമെന്ന്. അവർ രാവിലെ തൊട്ട് മെനക്കിടന്ന് അവർക്ക് പണിയണമെന്ന്. ഞങ്ങളുടെ ആ ഭാഗത്ത് എല്ലാ വീട്ടിലെയും ഫ്രിഡ്ജും ഫാനും മിക്സി എല്ലാം കേടായി കിടക്കുക. ആരോട് പറയാം? KCB പറഞ്ഞപ്പോൾ KCBക്കാർ പറഞ്ഞ അവർക്ക് പണിയുണ്ടെന്ന്. നിങ്ങളുടെ മിക്സി പോയി അത് പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് നന്നാക്കാൻ. ഇതാണ് സർക്കാരിന്റെ മറുപടി. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാവുന്ന പരാതികൾ എല്ലായിടത്തും കൊടുത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തു, കളക്ടർക്ക് കൊടുത്തു, മെമ്പർമാർക്ക് കൊടുത്തു, മുൻ പ്രസിഡന്റ് ഷാജിക്ക്, ബഹുമാനപ്പെട്ട ഷാജിക്ക് കൊണ്ടേ കൊടുത്തു. അപ്പൊ ഷാജി പറഞ്ഞു എന്റെ കാലത്താണ് ഇത് പാസ്സാക്കിയത്, വികസനം വരണമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന്.
വികസനം വരട്ടെ, പക്ഷേ വികസിച്ച് ഇവിടെയുള്ള ജീവിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരരുത്. അതിൽ പാവപ്പെട്ടവരെ പരിഗണിക്കണമെന്നേ. മുതലാളിമാർ സ്ഥലം വേറെയുണ്ട്, അവർക്ക് അവരുടെ വീട് വേറെ സ്ഥലത്താണ്. പെരുമ്പാവൂരുള്ള ഫാക്ടറി നടത്തുന്നവന് ഒരു പ്രശ്നവുമില്ല, അവനിവിടെ വന്ന് അന്വേഷിച്ചിട്ടങ്ങ് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കും ഇതിൻ്റെ അകത്ത് ഫാക്ടറിയിലെ ബംഗാളികൾ ജോലി ചെയ്യുന്നില്ല എന്ന്. നമ്മുടെ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് കുഴപ്പമില്ലെന്ന്. അവർക്ക് കുഴപ്പമുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ ദാദാഭായി ശാസ്ത്രസംഘ ഇത് VSSIയിലൊക്കെ നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലൊക്കെ ശാസ്ത്രജ്ഞന്മാർക്ക് 6 മാസം ജോലി, 6 മാസം അവർ ടൂറാണ്. എന്തിനു വേണ്ടിയാ? ഈ ന്യൂക്ലിയറിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 6 മാസം അവർക്ക് സർക്കാർ ശമ്പളത്തോടുകൂടി അവധി കൊടുത്ത് അവർ ടൂറിലാണ്. അതുപോലെ ഇവിടെ ഫാക്ടറി പണിയാൻ വരുന്ന ബംഗാളി അവിടെ കിഴങ്ങ് നട്ടിട്ടാണ് വരുന്നത്. അവൻ്റെ കിഴങ്ങ് നോക്കുമ്പോൾ അവൻ കിഴങ്ങ് പറിക്കാനാണെന്ന് പറഞ്ഞ് 3 മാസത്തിന് വീട്ടിൽ പോകും. നിങ്ങൾക്കറിയാമോ, അവൻ്റെ കിഴങ്ങും പറിച്ചിട്ട് അവൻ തിരിച്ചു വരുമ്പോഴത്തേനും അവൻ ഫ്രഷാവും. ഇവിടെ ഒരു കിഴങ്ങില്ലാത്ത ഈ പാവപ്പെട്ടവൻ എവിടെ പോകും? അവന് 3 മാസമില്ല, 365 ദിവസവും ഇതിൻ്റെ അകത്ത് കിടക്കണ്ടേ. ഇവരെവിടെ പോയി എങ്ങനെ ജീവിക്കും? ബംഗാളി ഫ്രഷായിട്ട് തിരിച്ചു വരും, അവനവിടെ ഏക്കറുകൾ തോട്ടം മേടിക്കും, അവൻ്റെ കിഴങ്ങ് പറിക്കും, അവൻ പുതിയ കിഴങ്ങ് നട്ടിട്ട് വരും. പക്ഷെ ഇവിടെ കിടക്കുന്ന ഇതിന്റെ പരിസരത്ത് കിടക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ എവിടെ പോകും? അതുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സമിതിയുടെ അടുത്ത് ഞങ്ങൾ ഈ വാർഡുകാര് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുക. നിങ്ങൾ പറഞ്ഞ 150 എത്രയാണെന്ന് നിങ്ങൾ തന്നെ എണ്ണി നോക്കാം. ഇത്രയും മനുഷ്യര് അവനവന്റെ പണിയെല്ലാം കളഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ഒരു പ്രശ്നമാണ്, ജീവിത പ്രശ്നമാണ്. നമ്മുടെ പഞ്ചായത്തില് ഇത്രയും മനുഷ്യർക്ക് ഇത്രയും പ്രശ്നമുണ്ട്, ഇത്രയും പേര് ഇവിടെ സംഘടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പരിഗണിക്കണം. ബഹുമാനപ്പെട്ട യമുന പ്രസാദ് ജി आप ये मैं हिंदी അറിയാം, എനിക്ക് ഹിന്ദിയാണ് കുറച്ചുകൂടെ ഭാഷ, അതുകൊണ്ട് അറിയാതെ യമുന പ്രസാദ് ജി അല്ല പ്രസിഡന്റ് ജി. ഓക്കെ, അതുകൊണ്ട് ഞങ്ങളുടെ ഈ അപേക്ഷയും ഞങ്ങൾക്ക് ഇന്നത്തെ ഈ സാന്നിധ്യവും പരിഗണിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ഈ ഫാക്ടറികളെല്ലാം ഇവിടുന്ന് മാറ്റി എവിടെയാണ് അതിനുള്ള വ്യവസായ സെന്ററുകൾ കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കുക. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കി തരണമെന്ന് വളരെ വിനയപുരസ്സരം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇതിൻ്റെ വലിയ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ കെമിക്കലുകളുടെ ഒക്കെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതൊക്കെ പറയാൻ പോയ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രതിഷേധം ഇത്രയും പേരുടെ ഈ പങ്കാളിത്തത്തെ നിങ്ങളൊന്ന് വിലമതിക്കണം, അത് മാത്രം ആവശ്യപ്പെട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.